ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബീറ്റ്സ് TV. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങൾക്ക് ഇവിടെ ദുബായിൽ 2-3 ദിവസത്തെ ഹോളിഡേയ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ദിവസത്തെ അനുബന്ധിച്ച് പുറത്തു പോകാനുള്ളൊരു ഇതിലാണ്. എന്ത് വേണ്ടിലും കുഞ്ഞാവ ഒരുങ്ങണമൊന്നുമില്ല, ഇങ്ങനെ അടക്കുകയാണ്. അപ്പോൾ അതേ പോയി കിടന്നുറങ്ങും. ഞാൻ ഉറങ്ങണില്ല, ഞാൻ വരണില്ല എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. ഒരു തരത്തിൽ കഷ്ടപ്പെട്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. പോയത് നമ്മുടെ അൽഗുറൈഡ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ് മാളിലാണ്. അവിടെന്ന് വെച്ചാൽ നല്ല അടിപൊളി, സിമ്പിളാണ്, ഒരുപാട് ഇങ്ങനെ ഹെവി ഒന്നുമില്ല. എനിക്കൊന്നും ഒരു ദുബായ് മാളിൻ്റെ ഒക്കെ ഒരു ഇതുപോലെ തോന്നുന്നുണ്ട്. ഒരു നല്ല ഷോപ്പിംഗ് മാളാണ്, അഫോർഡബിൾ റേറ്റ് ആണ് എല്ലാം. നല്ല രസമുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാത്തിനും നല്ല വിലക്കുറവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ചുമ്മാ നമുക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് ടൈം പാസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മുകളിലൊക്കെ പോയി ഇങ്ങനെ നടക്കണതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുപോലെ തന്നെ ലൊവീസ എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഒരു ഷോപ്പിൽ കയറി. അവിടെ കുറേ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ നമ്മളുടെ ഇയറിങ്സും അതുപോലെ തന്നെ നെക്ലസും അടിപൊളി കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഒറ്റ കളർ സിംഗിൾ ആയിട്ടുള്ള സാരിയുടെ കൂടെ ആണെങ്കിലും അതുപോലെ നമ്മുടെ കുർത്തീസിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ ഇടാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇങ്ങനെ ഞാനിങ്ങനെ മാറി ഇട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഒരുപാടുണ്ട്, ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. പക്ഷെ ഞാൻ അത്ര നോടുന്നില്ല, കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ട്. ഇതെന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്റ്റോൺസ്, വൈറ്റ് സ്റ്റോൺസിൽ സിൽവർ ഡിസൈനുള്ള നല്ല അടിപൊളി ഒരു ബാങ്കിളാണ്. നന്നായി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ കാണുന്നേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പിലുള്ള കുറേ ഇയറിങ്സും അതുപോലെ ലോങ് ആയിട്ടുള്ളതും ചെറിയതാണെങ്കിലും ഒത്തിരി. ഞാനിങ്ങനെ ഒരുപാട് വലുതൊക്കെ വല്ല പാർട്ടിയിൽ മാത്രമേ ഇടാറുള്ളൂ. സിമ്പിളായിട്ടുള്ളതാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ ഞാൻ ഇയറിങ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് കണ്ടോ, ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. നല്ല രസമുണ്ട്. ക്രിസ്മസിൻ്റെ തന്നെ ഒരു സെക്ഷൻ ഫുള്ള് ക്രിസ്മസ് സ്പെഷ്യലിൻ്റെ ആണ്. അത്രമാത്രം നിങ്ങൾക്ക് കാണാനുണ്ട്. കുഞ്ഞ് ഇയറിങ്സ് ആണെങ്കിലും ചെറിയ ഷൂസുകൾ, അതുപോലെ തന്നെ നമ്മളുടെ ടെഡ്ഡി ബിയേഴ്സ് ആണെങ്കിലും നമ്മുടെ ക്രിസ്മസ് ആ ഒരു ഡ്രസ്സിൻ്റെ പാറ്റേണിലുള്ള, അതുപോലെ നമ്മുടെ തലയിൽ വെക്കാനുള്ള ക്ലിപ്പുകൾ, അതുപോലെ കുട്ടികൾക്കുള്ള ഉടുപ്പിലിടാനുള്ള ഓരോന്നെ പിൻ ചെയ്യണത്, അങ്ങനെ. ഇതെന്ന് വെച്ചാൽ ഒരു ബ്ലാക്കിൻ്റെ സിൽവറിൻ്റെ മാത്രം സെക്ഷനാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഉള്ളൂ. കുറേ സ്റ്റോൺസിൻ്റെ വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇയറിങ്സ് ആ ഒരു പാറ്റേണിൽ മാത്രമുള്ള ഒരു സെക്ഷൻ തന്നെയാണിത്. ഇതും നല്ല സൂപ്പർ ഡിസൈൻസ് ആണ്. പിന്നെ അതുപോലെ കളറ് നല്ല നമ്മളുടെ റെയിൻബോ കളേഴ്സ് പോലെ തന്നെ ഒരുപാട് കളേഴ്സിൻ്റെ കുറേ ഡിസൈൻ. ഇത് അറൗണ്ടിന് 2 അതായത് 2 എടുത്തിട്ടുണ്ടെങ്കിൽ കൊണ്ട് ഫ്രീ, അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. കണ്ടോ, ഇത് നല്ല സൂപ്പറാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ബ്ലാക്കിൻ്റെ കൂടെയും അതുപോലെ ബ്ലാക്ക് സാരിയുടെ കൂടെ ഒക്കെ അടിപൊളിയാണ്. ഇത് നല്ലൊരു സ്ക്വിറലിൻ്റെ പോലത്തെ ഒരു നമ്മളുടെ റിങ് ആണ്. ഇത് റിങ്ങിൻ്റെ സെക്ഷൻ മാത്രമാണ് കേട്ടോ. അടിപൊളി, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിലുള്ളതാണ് എല്ലാം. ഇയറിങ്സ് ഒന്നും അല്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലിടുന്ന റിങ്ങുകളാണ്. സൂപ്പർബാണ്. ഇതിന് പേരുകളുണ്ട്, ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വാങ്ങിച്ചിട്ട് പോയത് കണ്ടോ, എന്ത് ഭംഗിയില്ല കാണാനായിട്ട്. നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ ഒരു നല്ല പാർട്ടി വെയർ സാരിയൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സിംഗിൾ ആയാലും റിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ തിളങ്ങി നിൽക്കും, നല്ല അടിപൊളിയാണ്. എനിക്ക് ഇതുപോലത്തെ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് നോക്കി, ഇതിന് ഇഷ്ടമുള്ള കുറേ ഇട്ട് നോക്കി ഇങ്ങനെ എടുക്കുന്നത്. നമ്മളെ പോണി ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റണ സൂപ്പർബായിട്ടുള്ള ഒരു റിങ്ങാണിത്. ഇതൊക്കെ ബ്ലാക്കും സിൽവറും കൂടെ കളക്ഷനാണ് ഫുള്ള്. അപ്പം ഞാൻ ബ്ലാക്ക് ഇട്ടുകൊണ്ട് ഞാൻ ബ്ലാക്കിൻ്റെ തന്നെ കുറേ ഇട്ട് നോക്കി. കുറേ അടിപൊളിയായിട്ടുള്ള കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ചെറിയ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ പെയറായിട്ടുള്ള നമ്മളുടെ നെക്ലസുകളുണ്ട്. ഒരു ഹാഫായിട്ടുള്ള, അതായത് ഹസ്ബൻഡിനും വൈഫിനും ഇടാൻ പറ്റുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലവേഴ്സിന് ഇടാൻ പറ്റുന്ന അങ്ങനെയുള്ള ഇതുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള അതിൻ്റെ കൂടെ ഇയറിങ്സ് ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് പറ്റണുണ്ട്. അങ്ങനെ ഒരു സെക്ഷനിൽ അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ കുട്ടികളുടെയാണ് കോമൺ ആയിട്ടുള്ളത് എല്ലാം. കണ്ടോ, ഇതെല്ലാം അടിപൊളിയായിട്ടുള്ള നല്ല ബട്ടർഫ്ലൈ പോലത്തെ വാച്ചുകൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് പറ്റുന്ന നമ്മളുടെ ക്ലിപ്പുകൾ, ബാംഗിൾസ്, പിന്നെ നമ്മളുടെ ക്ലിപ്പുകൾ, ഇതെല്ലാം ഉണ്ട്. ഇത് നമ്മളുടെ ക്രിസ്മസ് സ്പെഷ്യലിൻ്റെ കൂട്ടത്തിലുള്ളതായിരുന്നു. ഇത് കണ്ടേ, നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നില്ലേ, ആ ഒരു സെക്ഷനാണ് നമ്മളുടെ ഫുള്ള് ഗിഫ്റ്റുകൾ. പിന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 ഇയറിങ്സ് ഒക്കെ ഇട്ട് കാണിച്ചു തരാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫെദർ പോലെ ഉണ്ടല്ലോ, ഒരു പക്ഷിത്തൂവൽ ശരിക്കും അതുപോലെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കോഴിത്തൂവലൊക്കെ പോലെ ഉണ്ടല്ലേ. ഞാൻ ഇട്ട് നോക്കി. പിന്നെതാ നല്ല ബട്ടർഫ്ലൈയുടെ പോലത്തെ നമ്മൾ റിങ്സുകളുണ്ട്. എനിക്കിതെല്ലാം കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. എല്ലാം വെച്ചാൽ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് ഭംഗിയാന്ന് അറിയുന്നത്. ഇതൊക്കെ നമ്മളുടെ കഴുത്തിലിടുന്ന മാലകൾ, അതുപോലെ തലയിൽ കിട്ടണത്, ഒരുപാട് കളക്ഷൻസ് ആണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഇത് നമ്മളുടെ വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ്. ഞാൻ പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കണേ. അത് നമ്മൾ പോണിറ്റെയിൽ കെട്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ കുഞ്ഞാപ്പി ഇത് ഇടയ്ക്കൊരു മോഡലിങ്ങിന് പോയതാണ്.
ഇതൊക്കെ ഇതുപോലെ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇഷ്ടം വരെ ആൾക്കാരുടെ, എസ്പെഷ്യലി ആഫ്രിക്ക ആ ഒരു കൾച്ചറിലുള്ള ആൾക്കാരൊക്കെയാണ് ഇതുപോലത്തെ ഒക്കെ യൂസ് ചെയ്യണത്. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ തന്നെ ഒരു പ്ലേയിങ് ഏരിയ ഉണ്ട് ഫുള്ള്. അത് കുട്ടികളുടെ മാത്രം ഒരു സെക്ഷനാണ്. ഇപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ചും പിന്നെ നാഷണൽ ഡേയോട് അനുബന്ധിച്ചൊക്കെ അവർക്ക് ആ ഒരു കളേഴ്സിലുള്ളതാണ് അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ ബലൂൺസ് കൊണ്ട് തന്നെയാണ് ഫുൾ ഇങ്ങനെ കളർ ഡെക്കർ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇവിടെ അതായത് ഈ വർഷത്തെ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ കാണുകയാണ്. കുറച്ച് ലൈറ്റിൻ്റെ ഷെയ്ഡ് ഉള്ളതുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നത്. ഇവിടെ ഐസ് സ്കേറ്റിംഗ് ഉണ്ട്. നമ്മൾ ലുലു മാളിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ആ ഒരു ഇത് തന്നെയാണ്. പിന്നെ മുകളിൽ നമുക്ക് കുറേ കുട്ടികൾ കളിക്കാനുള്ള കുറേ ഒരു 80 ദിർഹംസാണ്, 82 ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ഇതുപോലെ കുറേ ടോയ്സ് ഉണ്ട്. ഇതുപോലെ ഇതിൽ കയറിയിരിക്കാം. ഇതിൽ ഏതാണ്ട് 50 ക്യാഷ് പേയ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ കാർഡ് എടുക്കില്ല. അതുപോലത്തെ പിന്നെ സ്വീറ്റ്സ് ഇടയ്ക്ക് ഞാൻ ഇതുപോലത്തെ എൻ്റെ സെയിം എൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് കാണിക്കാൻ വിചാരിച്ചു. നല്ല ഭംഗിയുള്ളൊരു മോളാണ് കേട്ടോ. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവും. കാരണം വെച്ചാൽ നടന്ന് ഒരുപാട് കാല് കഴിക്കത്തൊന്നുമില്ല, കാണാനും പറ്റും. എല്ലാം ഇഷ്ടപ്പെട്ട അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാം വളരെ കുറച്ച് റേറ്റേ ഉള്ളൂ. നമ്മൾ സാധാരണ മോളിലൊക്കെ അപേക്ഷിച്ചിട്ട് വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. മാത്രമല്ല കാണാനും ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം. നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി എന്തായാലും. പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് സ്റ്റിൽസ് എടുത്തു. എല്ലാം കൂടെ ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഫസ്റ്റ് ഫ്രൈഡേ ഹോളിഡേ ഇങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്. ഇതായിരുന്നു ഫുൾ ഡേ ഇവിടെ ആയിരുന്നു കുഞ്ഞിൻ്റെ കൂടെ. ഇവിടെ തന്നെ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് മുതലെന്ന് വേണമെങ്കിൽ പറയാം, ഇവിടെ തന്നെ ആയിരുന്നു ഫുള്ള്. പിന്നെ ഇതുപോലെ നോക്കിയെടുക്കാൻ തന്നെ രസമല്ലേ, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനെ നോക്കിയെടുക്കാം. ഡ്രസ്സുകൾ, അതുപോലെ കോസ്മെറ്റിക്സ്, അത് തന്നെ ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഡ്രസ്സിൻ്റെ കുറച്ച് പാറ്റേൺസ് ഐറ്റംസൊക്കെ നോക്കിയെടുക്കാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടപ്പുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇതിൽ കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട്. 15 ദിർഹമാണ് ഇതിന്. ഇതിൽ ട്രെയിനിൽ കയറ്റിയിട്ട് ഒരു റൗണ്ട് മോൾ ഫുള്ള് കുഞ്ഞുങ്ങളെയും കൊണ്ട് കറങ്ങും. പിന്നെ നമ്മൾക്ക് മുതിർന്നവർക്കും കയറാം കേട്ടോ. അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇനി ഞാൻ പോയത് കുട്ടികളുടെ മാത്രം ഡ്രസ്സിൻ്റെയും ഷൂസിൻ്റെയും ഒക്കെ കുട്ടികളുടെ ഒരു ഷോപ്പിലാണ്. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് അല്ലേ? എനിക്കിഷ്ടമായി. നിങ്ങൾക്കിഷ്ടമായോ? ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ കുറേ എനിക്കിഷ്ടപ്പെട്ട കുറേ മോളുടെ കുറേ നോക്കാൻ പോയിട്ടാണ്. ഇത് ഷൂസുകൾ, വെറൈറ്റി ഷൂസുകളാണ്. ഇത് ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ ആണോ? ഞാൻ എല്ലായിടത്തും ഇപ്പോൾ മോളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. അതായത് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള, ഇങ്ങനെ നമ്മൾ താഴോട്ട് വെക്കുമ്പോൾ ഒരു ഷെയ്ഡ് വരും, മുകളിൽ വെക്കുമ്പോൾ വേറൊരു കളർ, അങ്ങനെ ഡബിൾ കളറുള്ള ബാഗുകൾ, ഷൂസുകൾ എല്ലാം ഉണ്ട്. ഇപ്പോൾ ഡ്രസ്സുകൾ, കുട്ടികളുടെ ഡ്രസ്സുകളെല്ലാം കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലുള്ള ഷൂസുകളാണ്. എന്ത് രസമല്ലേ? എനിക്ക് കുഞ്ഞിന് കുറേ ഷൂസിൻ്റെ കളക്ഷൻ ഉണ്ട്, എനിക്കിഷ്ടമാണ് കുറേ ഷൂസുകൾ. അതുപോലെ ഇത് കുഞ്ഞുവാവൾക്ക് പറ്റണ പെൺകുട്ടികൾ കണ്ടിട്ടില്ലേ, നല്ല ഫ്രീക്കായിട്ട് ഡ്രസ്സ് ചെയ്ത് കുഞ്ഞു ബാഗുകൾ കൈ പിടിച്ചുകൊണ്ട് പോകണേ, അങ്ങനെ കുട്ടിവാവകൾക്കുള്ള ചെറിയ ബാഗുകളാണിത്. അതിലൊന്നാണിത്. ഇനി മറ്റൊന്നും ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, ഡബിൾ ഷെയ്ഡുള്ള ഡ്രസ്സുകളെ പറഞ്ഞില്ലേ, ഇത് കുഞ്ഞുവാവളുടെ വാവച്ചയുള്ള ഡ്രസ്സുകളാണ്. ഇത് 3 to എനിക്ക് തോന്നുന്നു 7 ഇയേഴ്സിനുള്ള ഡ്രസ്സുകളുണ്ട് ഈ സെക്ഷനിൽ. അപ്പോൾ ഇത് ഡബിൾ ഷെയ്ഡ്, ഒരു പിങ്കും ഗോൾഡ് കളറുള്ള, ഇങ്ങനെ മുകളിട്ടാക്കുമ്പോൾ ഒരു കളർ, താഴോട്ടാക്കുമ്പോൾ ഒരു കളർ, അങ്ങനെ. അതിൻ്റെ തന്നെ ഇത് തന്നെ പേഴ്സ്, ആ സെയിം ഞാൻ പറഞ്ഞില്ലേ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സെയിം തന്നെയുള്ള ഡിഫറെൻ്റ് ആയിട്ട് സിൽവറും പിങ്കും കളറുള്ള ഒരു ഷെയ്ഡുള്ളതാണിത്. നമ്മൾ മുകളിട്ടാക്കുമ്പോൾ പിങ്ക്, താഴോട്ടാക്കുമ്പോൾ സിൽവർ, അങ്ങനെ ഇത് വരുന്നത്. ഗോൾഡനും പിങ്കും ഇവിടെ ഷെയ്ഡ്, അങ്ങനത്തെ ഒരു പാറ്റേൺ കണ്ടു. പിന്നെ മറ്റൊന്ന് കണ്ടത് കുട്ടികളുടെ ഉണ്ടാവും ഫുൾ, അതായത് ഡ്രസ്സ്, ഷൂസ്, പിന്നെ ബാഗ്, അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്സിൽ ഒരു സെക്ഷൻ മാത്രമുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ ജീൻസുകൾ, ടീഷർട്ടുകൾ, ഇതിന് എന്തായിരുന്നു 2 എടുത്തിട്ടുണ്ടെങ്കിൽ 2 ഫ്രീ, അങ്ങനെ ഒരു ഓഫറിലുള്ളായിരുന്നു ഈ സെക്ഷൻ. അറൗണ്ട് 100 ദിർഹത്തിന് 4 ടോപ്പുകളും നമുക്ക് കിട്ടും. പോണി ഇഷ്ടമുള്ളവർക്കുള്ള ടീഷർട്ട് ഞാൻ ഇത് തപ്പിയായിരുന്നു. പോണിയുടെയാണ്, എൻ്റെ മോള് പോണിയുടെ വളരെ ആരാധികയാണ്, അപ്പോൾ പോണിയുടെ തപ്പിയായിരുന്നു. എന്നിട്ട് സൂപ്പർ ഒരു ടീഷർട്ട് കണ്ടു, ഗേൾസ് ആർ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളിയുള്ളൊരു ടീഷർട്ട് കണ്ടു. അങ്ങനെ കുറേ എഴുതിയതും അല്ലാതെ നല്ല സിമ്പിളായിട്ടുള്ളതും കുട്ടികൾക്ക് നല്ല മീൻസ് നല്ല രസമുള്ള ഭംഗിയുള്ളത് ഉണ്ടോ, ക്യൂട്ടി ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ബാഗാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് അടുത്തത് നമ്മളിതേ വീണ്ടും ഞാൻ ഷൂസിൻ്റെ സെക്ഷനിലോട്ട് മടങ്ങി. ഞാൻ ഇങ്ങനെ നടക്കും, ഇങ്ങനെ ഒരുപാട് നടക്കും. നിങ്ങൾ കാണിച്ചു തരണം ഇതിൻ്റെ ഒരു 4-1 ഞാൻ കാണിച്ചു തരണല്ലോ കേട്ടോ. എനിക്ക് അത്രയ്ക്ക് സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷൂസുകളാണ്. കുഞ്ഞാണ് കേട്ടോ, പൊടിയേ ഉള്ളൂ. ഇതൊക്കെ ചെറിയ ഷൂസുകളാണ്. എനിക്ക് എന്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല രസമില്ലേ കാണാനായിട്ട്. ഇങ്ങനത്തെ ഷൂസുകളുണ്ട്. വേറെ ഞാൻ കാണിച്ചു തരാവേ. എനിക്കിഷ്ടപ്പെട്ട കുറേ ഇതുണ്ടോ, ഗോൾഡൻ കളർ, സിൽവർ കളർ ബൂട്ട്സ്. പിന്നെ ഇതുണ്ടോ, നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട്. ഗോൾഡൻ കളറുള്ളൊരു ഷൂ ആണ്.
പിന്നെ വേറെ എന്താ, വേറെ വിൻ്റർ കെയർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഷൂസുകൾ വേറെ ഉണ്ട്. ഇത് കുഞ്ഞു വാവകളുടെയാണ്, തീരെ ചെറിയ വാവകളുടെയും വലിയ വാവകളുടെ ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു സെക്ഷൻ ഫുള്ള് ഷൂസിൻ്റെ സെക്ഷനാണ് ഫുള്ളുള്ളത്. പിന്നെ അത് കൂടാണ്ട് വേറെ ഒരെണ്ണം ഇതാണ്. ഇതിപ്പോൾ വിൻ്റർ കെയർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ക്യാപ്പും അതുപോലെ തന്നെ കുഞ്ഞു 2 സോക്സും ഉണ്ട് ഇതിൻ്റെ കൂടെ. ഒരു പെയറാണ്. അങ്ങനെ കുറേ ഒരു സെക്ഷൻ ഫുള്ള് അങ്ങനെയാണ് കേട്ടോ, കുഞ്ഞുവാവകളുടെ ഒരു സെക്ഷൻ ഫുള്ള്. പിന്നെ ഇത് ചെറിയ ലെഗിൻസ് ടൈപ്പ് ഉള്ളത് ആ ഒരു സെക്ഷൻ. പിന്നെ ഇതും വാവകളുടെ തന്നെയാണ് സ്പെക്സ്. എല്ലാ വാവകൾക്ക് പറ്റിയ രസമാണ്. ഇവിടെ കുഞ്ഞുവാൾ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകണതാണ്, എന്ത് ഭംഗിയാണ് അല്ലേ. പിന്നെ കുറേ ഉള്ളത് കുട്ടികളുടെ ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഒരു സെക്ഷൻ ഫുള്ള് അത് തന്നെയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിൽ, ഡിഫറെൻറ്റ് കളേഴ്സിൽ കുഞ്ഞുങ്ങളുടെ പേഴ്സുകൾ അങ്ങനെ തന്നെ. ഇതിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ സൂക്ഷിക്കാൻ പറ്റണം. ഇതിന് ചെറിയൊരു ഇങ്ങനെ നമ്മൾ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുകൂടി ഉണ്ട് ഇതിന് കൂടെ. പിന്നെ പോണിയുടെ ഒക്കെ തന്നെ ഇത് കണ്ടോ, ഇത് ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചെന്നില്ലേ, ഇപ്പോഴത്തെ ഒരു പാറ്റേൺ ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷെയ്ഡ്സിലുള്ള തലയിൽ വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതേ നല്ല ഭംഗിയുള്ള നല്ല സിൽവർ ഷെയ്ഡിലും ഗോൾഡൻ ഷെയ്ഡിലും അങ്ങനെ കളേഴ്സാണ്. കുട്ടികളുടെ കൂടുതലും പിങ്കും വൈറ്റ് അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ഒരു സെക്ഷനിൽ ഫുള്ള് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ ഇനിയും കാണിക്കാൻ നിങ്ങളെ പറ്റിയ സാധനം എന്താ ഉള്ളത് നോക്കട്ടെ. ഇനിയുള്ളത് ഇതുപോലത്തെ കുഞ്ഞു നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗ്. അത് തൊട്ടിന് നല്ല സോഫ്റ്റുള്ള പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന ഒരു ബാഗ്. അത് ഇതും കുട്ടികളുടെ കയ്യിൽ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ബാഗുകളാണ്. ഇതൊക്കെ അങ്ങനെ തന്നെയുള്ളതാണ്. ഇനി മോൾക്കൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീമിൻ്റെ ഒരു സെക്ഷൻ. എനിക്കിത് ഈ ഇതിങ്ങനെ ഇരിക്കുന്നുണ്ടോ, കുഞ്ഞു ഇത് ഭംഗിയുള്ള ഗ്ലാസ്സുകളാണ്. ഈ കപ്പ് ഇതിനോട് കിട്ടും. അപ്പോൾ ഇത് കണ്ടിട്ടാണ് നോക്കാൻ പോയത്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആദ്യം ഒരു ഐസ്ക്രീം എടുത്തു, കപ്പിലാക്കി തന്നു. അപ്പോൾ അത് പറഞ്ഞു അത് കൈ കിട്ടിയപ്പോൾ പറഞ്ഞു എനിക്ക് അത് വേണ്ട, എനിക്ക് വേറൊരു ഫ്ലേവർ മതി എന്ന് പറഞ്ഞു. കണ്ടിട്ട് അതിൽ ഭംഗിയുള്ള വേറൊരു ഫ്ലേവർ ആദ്യം കൊടുത്താണ്. ഇത് കണ്ടോ, ഒരു ഡൈനോസറിൻ്റെ ഇതും കൂടെ കിട്ടും. 15 ദിർഹമാണ്. അപ്പം അതും കൂടെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ആ ഫ്ലേവർ വേണ്ട, വേറെ വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് തിരിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എണ്ണം കൂടെ വേറൊരു ഫ്ലേവർ വാങ്ങിച്ചു, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഫ്ലേവർ. അത് കഴിഞ്ഞിട്ട് അപ്പം മോള് ഹാപ്പിയായി, ഒരു ഐസ്ക്രീം കിട്ടി. അപ്പം മോള് ഹാപ്പി. ഇന്നത്തെ 3ാമത്തെ ഐസ്ക്രീമാണ് കേട്ടോ, ഈ സെക്ഷനിൽ 3ാമത്തെ ഐസ്ക്രീമാണ്. ഇനി അടുത്തത് നമ്മളുടെ മുതിർന്നവർക്കുള്ളൊരു ഡ്രസ് സെക്ഷൻ ഉണ്ട്. ഇതിവിടെയൊക്കെ അഫോർഡബിൾ ആയിട്ട് റേറ്റാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു 20 ദിർഹം 25 ദിർഹം. ഇവിടെയൊക്കെ ഡ്രസ്സിനൊക്കെ അറൗണ്ട് 50 ദിർഹത്തിനൊക്കെ ഉണ്ടാവുക. ഇതൊക്കെ നല്ല ക്യാഷ്വൽ ഡ്രസ്സുകളാണ്. അപ്പം നല്ല അഫോർഡബിൾ റേറ്റാണ്. ഇത് നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ ഉള്ള സാധനമല്ലേ. ഇത് കണ്ടോ, ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ തോന്നി. ഓക്കെ, ഇനി ഇത് ബോയ്സിൻ്റെ ഒക്കെ സെക്ഷന് 49, 50 അത്രയും റേറ്റ് ഉണ്ട്. പക്ഷേ ലേഡീസിൻ്റെ വളരെ കുറവാണ്. ഇതിനൊക്കെ 19, 20, 25, 29 ആ ഒരു പ്രൈസേ ഉള്ളൂ. ഡിഫറെൻറ്റ് ഷെയ്ഡ്സിന് ജീൻസിൻ്റെ തന്നെ കുറേ കളക്ഷൻ ഉണ്ട്. ജീൻസിൻ്റെ മെറ്റീരിയലിൽ കുറേ കളക്ഷൻ ഉണ്ട്. ഇടയ്ക്ക് എൻ്റെ മോൾ എനിക്ക് സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ് ആ കാണുന്നതൊക്കെ. ജീൻസിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഈ ഷോപ്പിൽ. ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്യാൻ മറന്നുപോയി. ഇത് ത്രെഡ് വർക്കിൻ്റെ ഒരു ബാങ്കിളാണ്. നല്ല രസമുണ്ടായി. കുട്ടികൾക്ക് പറ്റണതാണ്, മുതിർന്നവർക്കും പറ്റണ കുറേ ഉണ്ടായിരുന്നു. അത് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് നമുക്ക് സിമ്പിളായിട്ടുള്ള കുറേ ജീൻസിന് പറ്റുന്ന ടോപ്പുകളാണ്. വളരെ ഭംഗിയുള്ള മീൻസ് നൈസ് കളേഴ്സൊക്കെ സിമ്പിളാണ്. നമുക്ക് അഫോർഡബിൾ റേറ്റാണ്. 39 ഉള്ളൂ റേറ്റ്. വളരെ സിമ്പിളായിട്ടുള്ള കുറേ ഡ്രസ്സുകൾ അങ്ങനെ കണ്ടു. പിന്നെ ഇനി ലാസ്റ്റ് നമ്മളുടെ സ്വീറ്റ്സിൻ്റെ സെക്ഷൻ. ഇത് എൻ്റെ സെക്ഷനാണ് കേട്ടോ. നിങ്ങൾക്ക് സ്വീറ്റ്സ് ഇഷ്ടമാണോ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അവിടെ കമന്നടിച്ച് വീഴും. പക്ഷേ സ്വീറ്റ്സ് ഒരുപാട് കഴിക്കാൻ കൊള്ളില്ലെന്ന് എനിക്കറിയാം. എന്നാലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പീസെങ്കിലും കഴിക്കാനുള്ള തോന്നും. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഒരു സ്വീറ്റ്സും വാങ്ങിച്ച് കഴിച്ചു. ഒരു മേക്കപ്പ് കൂടി ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ഉണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയുള്ള ഒരു ഫിലിപ്പീൻ കുട്ടിയാണ് ചെയ്തു തന്നത്. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഇടാം. അപ്പം ഇതെല്ലാം കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ബോറടിക്കും, കാരണം ഇത് ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പം എല്ലാവരും ഹോളിഡേയ്സൊക്കെ എൻജോയ് ചെയ്യാം. അപ്പം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതുമയാർന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.